ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന ഷാജി. അപ്പോൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ലാസ്റ്റ് ഇയർ എക്സാമിനകത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കമന്റ് നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ ഏതാണ് എന്നുള്ളത്. അതായത് വെറും 10ാം ക്ലാസ് നിങ്ങൾ SSLC പരീക്ഷ പാസ്സായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, തയ്യാറെടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് അടുത്ത സംശയം. തീർച്ചയായിട്ടും സാധിക്കും. ഡിഗ്രി ഉള്ളവർക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാസ്റ്റ് ഇയർ പരീക്ഷ നടന്നത് നിങ്ങൾക്കറിയാം, 2021 നമുക്ക് PSC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. 2021 നോട്ടിഫിക്കേഷൻ വിട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞു പല ജില്ലകളിലായിട്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ജില്ലയിലാണ് പറയുന്നത്. മെയ് 11, 2023 മുതൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്കതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെയ് മാസം എക്സാം കണ്ടക്ട് ചെയ്ത് 2023 തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റാങ്ക് ലിസ്റ്റ്, ഫൈനൽ റാങ്ക് ലിസ്റ്റ് 2023 മുതൽ, അതായത് ഓരോ ജില്ലകളിലും 2023 തൊട്ട് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് എക്സാം നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2023 ഫൈനൽ റാങ്ക് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2023 കൂടെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എത്രയാണ്, 3 വർഷമല്ലേ. അപ്പം 2026 ഡിസംബർ മാസത്തിനുള്ളിൽ പല ജില്ലകളിലെയും നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യൂട, അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഇതിപ്പം 2025 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന് 2026, 2027 ആകുമ്പോഴേക്കും, ജനുവരി ആകുമ്പോഴത്തേക്കും എന്ത് വേണം, പുതിയ റാങ്ക് ലിസ്റ്റ് PSC എന്ത് ചെയ്യണം, പുറത്തേക്ക് വിടണം. അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഡിസംബറോട് കൂടിയിട്ട് പ്രതീക്ഷിക്കാം. പല ഉദ്യോഗാർത്ഥികളും ഏജ് ഓവർ ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ PSC എന്ത് ചെയ്യും, നമുക്ക് നോട്ടിഫിക്കേഷൻ പുറത്തേക്ക് വിടുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നോക്കാം, ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് നമുക്ക് നോക്കാം. അപ്പോൾ പല ആളുകളും ഇത് നമ്മുടെ PSCയുടെ സൈറ്റിൽ നിന്നെടുത്തിരിക്കുന്ന ഒറിജിനൽ കട്ട് ഓഫ് ആണ് കേട്ടോ, അല്ലാതെ എനിക്ക് തോന്നിയ പോലെ ഒന്നും പറയുന്നില്ല. പ്രോപ്പറായിട്ട് എവിഡൻസോട് കൂടിയിട്ട് PSCയുടെ സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന കട്ട് ഓഫ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 74 മാർക്കായിരുന്നു. ഓക്കെ, 74. അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലും 74 നമുക്കറിയാം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2019 ഒരു വില്ലേജ് ഫീൽഡ് VO വന്നിട്ടുണ്ടായിരുന്നു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം തൊട്ടാണ് PSCയുടെ എന്ത് ചെയ്യുന്നത്, പാറ്റേൺ ചേഞ്ച് വരുന്നത്. അതായത് SCRTയിലേക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷെ SCRT ഭയങ്കരമായിട്ട് PSC മാറ്റി പിടിച്ചൊരു പരീക്ഷയായിരുന്നു 2019 കേട്ടോ. അപ്പോൾ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും 74 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആലപ്പുഴ ജില്ലയിൽ എത്രയാണ്, 70.67 ആണ് എങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ 70.76 ആയിരുന്നു വരുന്നത്. കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ് 71.33. ഈ കട്ട് ഓഫ് എങ്ങനെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഞാൻ പറയാം. അതായത് ഇപ്പോൾ PSCക്ക് 100 പേരെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ 1 തൊട്ട് നമ്മൾ ലാസ്റ്റ് 100ാമത് വരുന്ന ആളുടെ മാർക്ക് നോക്കും. ആ ആൾക്കൊരു 70 മാർക്കെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കട്ട് ഓഫ് എത്ര വരും, 70 വരും. അങ്ങനെയാണ് PSC എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് ഇടുന്നത്. ഇനി എറണാകുളം ജില്ലയിൽ എത്രയാണ്, 72 മാർക്കാണ് എറണാകുളം ജില്ലയിൽ വരുന്നത്. ഇടുക്കി ജില്ലയിൽ കുറവായിരുന്നു, വന്നതിൽ 68 മാർക്കാണ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് വരുന്നത്. തൃശ്ശൂർ ജില്ലയിൽ 72.67, പാലക്കാട് ജില്ലയിൽ 71 മാർക്ക്, മലപ്പുറം ജില്ലയിൽ 72, കോഴിക്കോട് ജില്ലയിൽ 74 മാർക്കാണ് വരുന്നത്. അതേപോലെ വയനാടിനും ഇടുക്കിയിലും കുറവായിരുന്നു. ഇടുക്കിയിൽ നമുക്ക് 68, വയനാടിൽ 69.33, കണ്ണൂർ വരുന്നത് 74 മാർക്ക്, കാസർഗോഡ് വരുന്നത് 67. അപ്പോൾ കണ്ണൂർ, അതുപോലെ കോഴിക്കോട്,
അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലേക്ക് നമുക്ക് ഏകദേശം കട്ട് ഓഫ് എത്ര വന്നിട്ടുണ്ടായിരുന്നു? കൂടുതലായിരുന്നു, 74. മറ്റ് ജില്ലയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടിയുന്നുണ്ടായിരുന്നു. എവിടെയാണ്? ഈ പറയുന്ന ജില്ലകളിലായിരുന്നു കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ മുതലൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരോടായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോഴേ മുതൽ ഓരോന്ന് കുറേശ്ശായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി അമ്മമാരുണ്ട്, വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 100% നിങ്ങളോട് നീതി പുലർത്തുന്ന ഒരു കോഴ്സാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, Day 1 നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. അതിൻ്റെ കൂടെ എക്സാം മാക്സിമം നിങ്ങൾ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നുണ്ട്, റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാക്സിമം എക്സാം നിങ്ങൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ്, നമ്മൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും, ലൈവ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, അതിൻ്റെ റെക്കോർഡ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് കവറേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ്, മോട്ടിവേഷൻസ്, എക്സാം അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ലൈവിൽ നിങ്ങൾക്ക് റിവിഷൻ നിങ്ങൾ ചെയ്ത് സെറ്റാക്കി തരുന്നൊരു കോഴ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അല്ല എങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോമിനകത്ത് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി നമ്മൾ പറയുന്നൊരു ജോബ് കോഴ്സാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ താങ്ക് യു.